വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. ഓർമ്മിക്കുക, കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്തതിന്റെ പേരിൽ ജീവൻ ത്യജിച്ച ഒരു വിശുദ്ധനാണ് ജോൺ നെപ്പോമുസേൻ. 1330 ജോൺ നെപ്പോമുസേൻ ബൊഹീമിയയിൽ ജനിച്ചു. ജനനത്താൽ തന്നെ മാരകമായ രോഗം പിടിപെട്ടു. രോഗത്തിൽ നിന്നും രക്ഷപ്പെടുകയില്ലെന്ന വൈദ്യശാസ്ത്രം വിധിയെഴുതി. എന്നാൽ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൃതജ്ഞതയായി മാതാപിതാക്കൾ ജോണിനെ ദൈവിക ശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി. യുവാവായ ജോണിൽ പ്രകാശിച്ച ശാന്തത, ശാലീനത, ദൈവഭക്തി, പഠന സാമർഥ്യം മുതലായ ഗുണങ്ങൾ ഭാവിയിലേക്കുള്ള സൂചനകളായിരുന്നു. ദൈവശാസ്ത്രത്തിലും സഭാനിയമത്തിലും ബിരുദം നേടി. വൈദിക പട്ടം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ധാരാളം യുവജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. 1376 വെഞ്ചസ്ലാസ് നാലാമൻ തന്റെ 16-ാമത്തെ വയസ്സിൽ ബൊഹീമിയ രാജാവായി. അദ്ദേഹം നോമ്പുകാലത്ത് പ്രസംഗിക്കുവാനായി ഫാദർ ജോണിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഫാദറിന്റെ പ്രസംഗത്തിൽ സംപ്രീതനായ രാജാവ് അദ്ദേഹത്തിന് മെത്രാം സ്ഥാനവും ചാൻസലർ സ്ഥാനവും വെച്ചു നീട്ടി. അദ്ദേഹം അവയെല്ലാം പരിത്യജിച്ചു. ദരിദ്ര സേവനത്തിൽ കഴിയാനാണ് ഇഷ്ടപ്പെട്ടത്. ബവേറിയ രാജാവ് ആൽബർട്ടിന്റെ മകളെ വെഞ്ചസ്ലാസ് രാജാവ് വിവാഹം കഴിച്ചു. രാജ്ഞിയുടെ വിശുദ്ധ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തന്നോട് പ്രദർശിപ്പിച്ചിരുന്ന ആർദ്രത പോലും രാജാവ് സംശയിച്ചു. രാജ്ഞിയുടെ കുമ്പസാരക്കാരനായിരുന്ന ഫാദർ ജോണിൽ നിന്നും അവളുടെ കുമ്പസാരത്തിന്റെ സംക്ഷേപം പിടിച്ചെടുക്കാൻ രാജാവ് ശ്രമം തുടങ്ങി. എന്നാൽ ഫാദർ ജോൺ രാജാവിന്റെ ആവശ്യം എതിർത്തു. തന്മൂലം രാജാവ് വലിയ മർദ്ദനമുറകൾ ആരംഭിച്ചു. ക്രൂരമായ മർദ്ദനത്താൽ പോലും ഫാദർ തയ്യാറാകാതെ വന്നപ്പോൾ രാജാവ് കൽപ്പിച്ചു, ഈ മനുഷ്യനെ രാത്രിയിൽ ആരുമറിയാതെ പുഴയിൽ എറിഞ്ഞുകൊല്ലുക. ആരാചാര്യന്മാർ കൈക്കാലുകൾ ബന്ധിച്ച് 1383 മെയ് 16-ാം തീയതി മുൾഡ നദിയിൽ വലിച്ചെറിഞ്ഞു. നദിയിൽ കൂടിയൊഴുകിയ വിശുദ്ധന്റെ ശരീരത്തിനു ചുറ്റും വലിയ പ്രകാശം കണ്ട് ജനങ്ങൾ ഓടിക്കൂടി. ഈ വിവരം രാജാവ് അറിഞ്ഞെങ്കിലും രഹസ്യമായി സൂക്ഷിച്ചു. ജനങ്ങൾ വിശുദ്ധന്റെ ശരീരം കരയ്ക്കെടുത്ത് ഭക്തിപൂർവം സംസ്കരിച്ചു. 300 വർഷങ്ങൾക്കു ശേഷവും വിശുദ്ധന്റെ നാവ് അഴുകാതെ കാണപ്പെട്ടു. വിശുദ്ധ കുമ്പസാരത്തിന്റെ മഹാത്മ്യം എത്ര വലുതാണെന്ന് തിരിച്ചറിയാത്തവർക്ക് ഈ വിശുദ്ധന്റെ ജീവിതം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അനശ്വര സ്നേഹത്തെ വാഴ്ത്താം, അനുപമ നന്മകളോർക്കാം, അനശ്വര സ്നേഹത്തെ വാഴ്ത്താം. സാഗരം പോലും തോൽക്കുന്ന കരുണയ്ക്ക് സാക്ഷിയായിടാം, ലോകത്തിൽ സാക്ഷിയായിടാം. അനുപമ നന്മകളോർക്കാം,
സ്നേഹത്തെ വാഴ്ത്താം. അനുപമ നന്മകളോർക്കാം, അനശ്വര സ്നേഹത്തെ വാഴ്ത്താം. നീതി സൂര്യ നിന്റെ ശോഭ നീറും മനസ്സിനു സുകൃതം. ഹൃദയ വികാരം പൂമഴയായി സന്നിധി ഞാൻ ചൊരിയാം, സന്നിധി ഞാൻ ചൊരിയാം. ഹൃദയ വികാരം പൂമഴയായി സന്നിധി ഞാൻ ചൊരിയാം, സന്നിധി ഞാൻ ചൊരിയാം. അനുപമ നന്മകളോർക്കാം, അനശ്വര സ്നേഹത്തെ വാഴ്ത്താം. അനുപമ നന്മകളോർക്കാം, അനശ്വര സ്നേഹത്തെ വാഴ്ത്താം. സാഗരം പോലും തോൽക്കുന്ന കരുണയ്ക്ക് സാക്ഷിയായിടാം, ലോകത്തിൽ സാക്ഷിയായിടാം. അനുപമ നന്മകളോർക്കാം, അനശ്വര സ്നേഹത്തെ വാഴ്ത്താം.